ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കറുമുറ കഴിക്കാൻ ഒരു നാടൻ പലഹാരം അരിമുറുക്ക്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് വളരെയധികം എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിലെ എളുപ്പത്തിൽ ഇനി ഉണ്ടാക്കാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വന്നാലോ അല്ലേ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് അരിപ്പൊടിക്ക് 3 കപ്പ് വെള്ളം നമുക്ക് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ അരിപ്പൊടി അതിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്നും മറക്കരുത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണിന് 1/3 ഭാഗം കായപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അരിപ്പൊടി നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഞാനിവിടെ അരിക്കാതെയാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെതായ ഒരു ചെറിയ കട്ട പോലെ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. അതിലേക്ക് നമുക്ക് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം 1 ടേബിൾ സ്പൂൺ. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ചൂടുണ്ട് ജസ്റ്റ്, എന്നാലും കുഴപ്പമില്ല, കൈ പൊള്ളില്ല, ആ ഒരു ചൂടേ ഉള്ളൂ. അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതുപോലെ ഉരുളയാക്കി നമുക്ക് മാറ്റി വെക്കാം. കണ്ടില്ലേ, ഞാൻ ഉരുട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു സേവനാഴിയുടെ അച്ചെടുത്ത്, സ്റ്റാറിന്റെ അച്ചാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നന്നായിട്ടൊന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അകത്തും ഇതുപോലെ നന്നായിട്ടൊന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മാവ് അതിലേക്ക് നിറയ്ക്കാം. അത് കഴിഞ്ഞ് എണ്ണ തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചുറ്റിച്ച് നമുക്ക് മുറുക്കിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു വലിയ ഷേപ്പിൽ നമുക്ക് നന്നായിട്ടൊരു മുറുക്ക് കിട്ടും. കണ്ടില്ലേ, നമുക്കപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് തോന്നിയതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് മുറുക്ക് കിട്ടും. ഞാനിവിടെ അരി അരയ്ക്കാതെ എടുത്തത് കൊണ്ടാണ് ചെറിയ വെള്ള കട്ട പോലെ കാണുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ റൗണ്ട് മുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ ഇതുപോലെ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുക. ചുറ്റിച്ചു കൊടുത്തിട്ട് ലാസ്റ്റ് ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുത്താൽ മതി. കണ്ടില്ലേ, ഈ വീഡിയോയിൽ കാണുന്നത് പോലെ. അപ്പോൾ നമുക്ക് ചുറ്റുമുറുക്ക് കിട്ടുന്നതാണ്. അതിനുശേഷം തിളച്ച എണ്ണയിൽ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല റൗണ്ട് മുറുക്കും നമുക്ക് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഇത്രയും ക്രിസ്പി ആയിട്ടുള്ള, ഇത്രയും മുരിമുറിഞ്ഞ മുറുക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കറുമുറ കഴിക്കാൻ മുറുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണെന്നറിയാം. ഇത്രയും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുമെന്നും അറിയാമായിരുന്നോ? ഇല്ല അല്ലേ? ഇത് വളരെയധികം ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്ര എളുപ്പത്തിൽ ഇനി മുറുക്കുണ്ടാക്കാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല. ഇത് എല്ലാ പേരും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ ഗായ്സ്.